ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ ടീ അല്ലേ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ചായ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, രാവിലെ ഞാനും വിക്രം മാത്രമാണ് ചായ കുടിക്കുന്നത്. കുട്ടികളങ്ങനെ കഴിക്കാറൊന്നുമില്ല. ചില സമയങ്ങൾ വൈകിട്ട് നൂന് ചിലപ്പോൾ ചായ വേണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നിർബന്ധങ്ങളില്ല രണ്ടുപേർക്കും. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വൈകിട്ടായാലും ചായ നിർബന്ധമാണ്. അത് ചായയോ കോഫിയോ അല്ലെങ്കിൽ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ചായ വയ്ക്കുകയാണ്. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ്. അതിനായിട്ട് രാവിലെ ദോശയും പിന്നെന്താ ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ ദോശ സാധാരണ ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് മാവ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ നമ്മുടെ മാവ് അരക്കുകയായിരുന്നു, അരച്ച് വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ പച്ചരി, ഉഴുന്ന്, പിന്നെ അതുപോലെ ഉലുവ ഒക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുക, അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീടൊക്കെ മാവ് വാങ്ങിക്കാൻ പതി. കാരണം എന്താ വെച്ചാൽ ഞാൻ മാവ് അരയ്ക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ മിക്സിയിൽ മാവ് അരയ്ക്കുമ്പോൾ കുറേ നേരമായിട്ട് അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറ് അത് നാശമാവണു, അങ്ങനെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടല്ലേ അരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അത് നിർത്തിയതാണ്. ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് മാവ് കുറച്ച് കൂടുതലിട്ട് അരച്ച് വെക്കാമല്ലോ. അപ്പോൾ പിന്നെ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നത് കൊണ്ട് മിക്സിയൊക്കെ നാശമാകുന്നതുകൊണ്ട് പിന്നെ ഞാൻ മാവ് വാങ്ങിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1-2 ദിവസം ഒരു ദോശ കഴിക്കണമെങ്കിൽ 2 പാക്കറ്റ് അങ്ങനെ മാവ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് കഴിയുമ്പോൾ എന്നും ദോശ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ മാവ് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ചില സമയത്ത് നല്ല മാവ് കിട്ടും, ചില സമയത്ത് ചിലപ്പോൾ മാവ് അത്ര ടേസ്റ്റ് ഉണ്ടാകാറില്ല. ചിലപ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ചില മാവുകൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, ടേസ്റ്റും നന്നായിട്ടുണ്ടാവും, അതുപോലെ തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ അതിൽ ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. വാങ്ങിക്കുന്ന മാവിൽ, നമ്മളിവിടെ വീട്ടിൽ അരയ്ക്കുന്ന മാവിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാറില്ല. പക്ഷേ വാങ്ങിക്കുന്ന മാവിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കാറുണ്ട്, കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അഥവാ നമ്മൾ മാവ് അരച്ചെടുക്കുകയാണെങ്കിൽ, വീട്ടിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ചോറോ അല്ലെങ്കിൽ അവലോ ഞാൻ ചേർത്തിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എന്താ പറയുക, ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചട്നിയാണ്. ചട്നിക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ നാളികേരം, പിന്നെന്താ ഉള്ളി, അതായത് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏതാണെന്ന് വെച്ചാൽ അത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി ഞാൻ അങ്ങനെ ചേർക്കൽ ഇല്ല, കൂടുതലും ചേർക്കാറില്ല. അപ്പോൾ ഇത് 3 പച്ചമുളകും സവോളയും പിന്നെ നാളികേരം ചിരകിയതും ഇത്രയും, പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കാറ്. പിന്നെ കടുക് താളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്.
അപ്പോൾ അതാണ് ചട്നി. പിന്നെ ഞാൻ വിചാരിച്ചു കാരച്ചട്നി തയ്യാറാക്കിയാലോ എന്നൊക്കെ തോന്നി, അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി തയ്യാറാക്കിയാലോ ഒക്കെ എനിക്കങ്ങനെ വിചാരിച്ചു. പക്ഷേ പിന്നെ ഭയങ്കര മടിയായപ്പോൾ ഞാൻ ചട്നിയിൽ ഒതുക്കി, നമ്മൾ ചട്നിയും ദോശ ആ ഒരു ഇതിൽ ഒതുക്കി. പിന്നെ എന്താ പറയുക, ചില സമയത്ത് പിന്നെ നമ്മൾ സാമ്പാറൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സാമ്പാറും ചട്നി അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ധൃതി ആയതുകൊണ്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചട്നിയിലും ദോശയിലും കൂടെ ഒതുക്കി. ഇവിടെ ഇഡ്ഡലിയേക്കാളും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും ദോശയാണ്. ഇഡ്ഡലി ആകുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ മൂത്ത മോനാണെങ്കിൽ ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല, അവന് ദോശയാണ് പിന്നെയും താല്പര്യം. അതുപോലെ താഴെ ആൾക്കും ദോശയാണ് കൂടുതൽ താല്പര്യം. ഇഡ്ഡലി കഴിക്കും, പിന്നെ കഴിച്ചോളും, കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വേണം. ചട്നി മാത്രം അവർക്ക് പറ്റില്ല. എന്തെങ്കിലും ചമ്മന്തിപ്പൊടിയോ, അനുവിനൊക്കെ ആണെങ്കിൽ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഞാൻ പറയില്ല തക്കാളി ചമ്മന്തി അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അവന് കഴിച്ചോളും. അപ്പം മൂത്ത ആൾക്കാണ് പിന്നെയും കുറച്ച് ഇഷ്ടക്കേടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ചട്നി തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച കൂട്ട് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചിലർ പൊട്ടുകടല ചേർക്കാറുണ്ട്, ചിലർ പല രീതിയിലും നമുക്ക് ചട്നി തയ്യാറാക്കാമല്ലോ. ഇപ്പോൾ പീനട്ട് വെച്ചിട്ട് പീനട്ട് ചട്നി ഉണ്ട്, പൊട്ടുകടല ചേർത്ത് ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ, അതായത് നാളികേരം ചിരകിയതും സവോളയും പച്ചമുളകും. പച്ചമുളകിന് പകരം നമുക്ക് എരിവിന് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്തിട്ട് അരക്കട്ടെ, അപ്പോൾ ഒരു റെഡ് കളർ കിട്ടും. ചിലപ്പോൾ മുളക് പൊടി ചേർക്കാറുണ്ട്. ഇപ്പോൾ വറ്റൽമുളകൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പച്ചമുളകും ഇല്ലെങ്കിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ട് ഞാൻ ചട്നി തയ്യാറാക്കാറുണ്ട് കേട്ടോ. അതും ടേസ്റ്റാണ്.
പിന്നെ ദോശ ഇവിടെ മുട്ടദോശ, വിക്രമിന് മുട്ടദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചില സമയത്ത് ഒരു ദോശയിൽ മുട്ട അങ്ങനെ പൊട്ടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് മുട്ടദോശ. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല മുട്ടദോശ. പിള്ളേർക്കും മാത്രം വലിയ ഇത് ഞാനങ്ങനെ അവർക്കങ്ങനെ നിർബന്ധം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ വിക്രമിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ടദോശ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക 1-2 മുട്ട ചിലപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു ദോശയിൽ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മുട്ട ഓംലേറ്റ് ആയിട്ട് തയ്യാറാക്കാം. പക്ഷേ ഞാൻ ഇത് ലാസ്റ്റ് ചിലപ്പോൾ എന്താ പറയുക ഒരു ദോശയിൽ ഇങ്ങനെ മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചിലർ പച്ചമുളകും സവാളയൊക്കെ ചേർക്കും, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ദോശയുടെ ഒരു സൈഡ് ഇതാവുമ്പോൾ അതിലേക്ക് ഒഴിച്ച് മറിച്ചിട്ട് അങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കാറ്. അങ്ങനെ നമ്മൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചോറ് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് ഇത് നോക്കുന്നത്. അപ്പോൾ അരി നമുക്ക് ചോറ് വയ്ക്കണമായിരുന്നു. അപ്പോൾ അരി അതിൻ്റെ കാര്യങ്ങളാണ്, ചോറ് വയ്ക്കാനുള്ള കാര്യങ്ങളാണ് നോക്കണേ.
അപ്പോൾ നമ്മൾ അരിക്ക് വെള്ളം അത് വലിയ കലത്തിലാണ് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ നമുക്ക് കുടിക്കാനായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ജഗ് ഇതുപോലെ കെറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ മാറ്റി വയ്ക്കാറുണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെക്കും കലത്തിൽ. എന്നിട്ട് ബാക്കിയുള്ള അതിൽ നിന്ന് വെള്ളം നമുക്ക് കുടിക്കാനുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മൾ അരിയിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കറി നമ്മൾ തയ്യാറാക്കിയത് മത്തങ്ങ പുളിങ്കറി ആയിരുന്നു. അതേപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മൾ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുക എന്താണെന്ന് വെച്ചാൽ ഈ മത്തങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞാൽ മത്തങ്ങയും പിന്നെ അതുപോലെ തക്കാളി ചേർക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് അതൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പുളിവെള്ളം, അതായത് വാളംപുളിയുടെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഈ മത്തങ്ങയും തക്കാളിയും ഇതിപ്പോൾ അതുപോലെ ഈ പൊടികളും പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് താളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാളികേരമൊന്നും ചേർക്കുന്നില്ല. നാളികേരം ചേർക്കണമെങ്കിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നാളികേരം ഇല്ലാതെ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ലാസ്റ്റ് ഒന്ന് കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് താളിച്ച് തയ്യാറാക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പുളിയും കറിയാണ്. നാളികേരം ചേർക്കണവർക്ക് നാളികേരം ചേർത്ത്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും അതുപോലെ തന്നെ ജീരകം ചേർക്കുന്നവരുണ്ട്. വെറുതെ നാളികേരം അരച്ച് ചേർക്കുന്നു. ഞാനാണെങ്കിൽ നാളികേരം ചേർക്കുകയാണെങ്കിൽ വെറുതെ അരച്ച് ചേർക്കുള്ളൂ, നാളികേരം മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ അതാണിപ്പോൾ. അപ്പോൾ നമുക്ക് പുളിങ്കറി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടിയായിരുന്നു. പിന്നെ നമ്മളിതാ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് ഞാൻ എന്താ പറയുക, ആദ്യം കുറച്ച് കടുക് ഇട്ട് താളിച്ചു. കടുക് ചില സമയത്ത് ഇടാറില്ല, ചില സമയത്ത് ഇടാറുള്ളൂ. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം തയ്യാറാക്കിയപ്പോൾ കടുക് ആദ്യം ഒന്ന് പൊട്ടിച്ചു. അതിന് ശേഷം ഞാൻ വെണ്ടയ്ക്കാണ് ആദ്യം ചേർക്കുന്നത്, സവാള ചേർത്തില്ല, ഉള്ളി ചേർത്തില്ല ആദ്യം.
വെണ്ടയ്ക്കൊന്ന് മൊരിഞ്ഞതിന് ഒത്തിരി ഒന്ന് അതൊന്ന് മൊരിഞ്ഞ് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ സവാള ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. അതായത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ വെണ്ടയ്ക്ക ഒരു ഫ്രൈ ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ആ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ചിലപ്പോൾ ഞാൻ വെണ്ടയ്ക്ക സവാള ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വെണ്ടയ്ക്ക് ഫസ്റ്റ് എന്തായാലും ചേർക്കും, കാരണം അതിൻ്റെ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം നന്നായിട്ട് എണ്ണ ഒഴിക്കും. ഓയിൽ നന്നായിട്ട് ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വെണ്ടയ്ക്ക് സവാളയും പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. വേറെ അധികം സംഭവം ചേർത്തിട്ട് കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് ഒന്നുള്ള പഞ്ചസാര, ഷുഗർ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കറിക്ക് താളിക്കാനായിട്ട് കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നമ്മുടെ മത്തങ്ങ പുളിങ്കറിയിൽ താളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ
ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.